ഹലോ സ്റ്റുഡൻസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള പോർഷനാണ് ക്രിയേറ്റിംഗ് പേറോൾ വൗച്ചർ ടൈപ്സ്, പേജ് നമ്പർ 208. നമുക്ക് ടാലിയിൽ പ്രീസെറ്റ് ആയിട്ടുള്ള വൗച്ചർ ടൈപ്സ് 3 ഉണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വേറെ പുതിയത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പാണ് അവിടെ തന്നിരിക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെല്ലുക, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പേറോൾ ഇൻഫോ എടുക്കുക, വൗച്ചർ ടൈപ്പ് എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്കൊരു വൗച്ചർ ക്രിയേഷൻ സ്ക്രീൻ കിട്ടും. അപ്പോൾ അതിനകത്ത് നെയിം ഫീൽഡിൽ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പേരെന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഏത് പേറോൾ വൗച്ചറുമായിട്ടാണത് ലിങ്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അബ്രിവിയേഷൻ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അബ്രിവിയേഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അടുത്ത മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ളത് നമുക്ക് 3 ഓപ്ഷൻസ് അവിടെ കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക്, മാനുവൽ, നണ്ണ് എന്ന് വേണ്ട. അപ്പോൾ അതിലേതാണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ യൂസ് അഡ്വാൻസ് കോൺഫിഗറേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ ഒന്നെങ്കിൽ യെസോ നോയോ നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാം. യെസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് അഡീഷണലായിട്ട് വേറൊരു സ്ക്രീനൂടെ കിട്ടും. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ആവശ്യമുള്ള കോൺഫിഗറേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ യൂസ് എഫക്റ്റീവ് ഡേറ്റ് ഫോർ വൗച്ചേഴ്സ് എന്നുള്ളത് യെസോ നോയോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കുക. ദെൻ ഓപ്ഷണൽ എന്നുള്ളത് ഡീഫോൾട്ട് വേണം കൊടുക്കാനായിട്ട്. അവിടെ ഓപ്ഷണൽ ആസ് ഡീഫോൾട്ട് എന്നുള്ളിടത്ത് നോ വേണം കൊടുക്കാനായിട്ട്. ദെൻ യൂസ് കോമൺ നരേഷൻ എന്നുള്ളിടത്ത് യെസ് കൊടുക്കുക. നരേഷൻ ഫോർ ഈച്ച് എൻട്രി എന്നുള്ളത് നോ കൊടുക്കുക. പ്രിൻ്റ് ആഫ്റ്റർ സേവ് എന്നുള്ളത് നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇത്തരം കൊടുത്തിന് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. ഫിഗർ 5.29 കാണിച്ചിരിക്കുന്ന അതിൻ്റെ സ്ക്രീനാണ്. ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF പേ ഹെഡ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ EPFൻ്റെ ESCയുടെ ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് നമ്മൾ F11 സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ ഫീച്ചേഴ്സിൽ കോൺഫിഗർ ചെയ്തതിൻ്റെ ബേസിസിലാണ് നമുക്ക് വരുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷനും അതിൻ്റെ കമ്പ്യൂട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഒരു ഇല്ലുസ്ട്രേഷൻ വെച്ചിട്ട് അങ്ങ് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. കോട്ടയം സോഫ്റ്റ്വെയർസ് ലിമിറ്റഡിൻ്റെ ജനുവരി 2012 EPFൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻസാണ് താഴെ നിങ്ങൾക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എംപ്ലോയർ PF കോൺട്രിബ്യൂഷൻ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓൾട്ടർ ഓർ മോഡിഫൈ സാലറി ഡീറ്റെയിൽസ്, പ്രോസസ്സിംഗ് എംപ്ലോയർ PF കോൺട്രിബ്യൂഷൻ, പ്രോസസ്സിംഗ് PF അഡ്മിൻ എക്സ്പെൻസസ്, പേയ്മെൻറ്റ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സായിട്ട് വരുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സ് പ്രോപ്പറായിട്ടും അക്കൗണ്ടിങ്ങും റിപ്പോർട്ടിങ്ങും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ എംപ്ലോയീസ് പെൻഷൻ ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട്, അഡ്മിൻ ചാർജ്, പിന്നെ PF റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ലെഡ്ജേഴ്സ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജേഴ്സാണ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പേ ഹെഡ് ഉണ്ട്, എംപ്ലോയർ PF അഡ്മിൻ ചാർജസ്, PF പേയബിൾ ലെഡ്ജർ, ക്രിയേഷൻ ഓഫ് PF അഡ്മിൻ എക്സ്പെൻസസ് ലെഡ്ജർ. ഇത്ര എണ്ണമാണ് വരുന്നത്. അതിൻ്റെ ഒരു ടേബിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ദെൻ അടുത്ത പോയിൻ്റ് ആയിട്ട് ഇത് കാണിച്ചിരിക്കുന്നതും ഓരോന്നും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ ഫീൽഡിലും നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ് അവിടെ പെർസെൻറ്റേജ് ഒക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. പേജ് നമ്പർ 216 വരെ കാണിച്ചിരിക്കുന്നത് ഇതേ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ്റെ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫീൽഡിലും എന്താണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് മാത്രമേ അവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. നെക്സ്റ്റ് പേജ് നമ്പർ 216 സ്റ്റെപ്പ് ഫോർ ജനറേറ്റിംഗ് എ പേ സ്ലിപ്പ് എന്നുള്ളത് നോക്കുക. ഒരു കമ്പനീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പേ സ്ലിപ്പ് എന്ന് പറയുന്നത് അവർ എംപ്ലോയീസിന് പേയ്മെൻറ്റ് കൊടുത്തു അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അതിനെ പ്രൂഫായിട്ട് നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഒരു പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയീനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് റിസീവ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രൂഫാണ് പേ സ്ലിപ്പ് എന്ന് പറയുന്നത്. അത് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പാണ് അവിടെ സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 11 വേണ്ടി കാണിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കമ്പനിയുടെ
ട്രാൻസാക്ഷൻസിൽ പേറോളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട F11 ഫീച്ചേഴ്സ് എടുത്തിട്ട് പേറോൾ അക്കൗണ്ടിങ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് 2 ബട്ടൺസ് അവിടെ അഡീഷണൽ ആയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരും. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പേറോൾ ഇൻഫോ എന്ന് വേണ്ടും, രണ്ടാമത്തേന്ന് പറഞ്ഞ പേറോൾ വൗച്ചേഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബട്ടൺ, അതായത് പേറോൾ ഇൻഫോ എടുത്തിട്ട് വേണം നമുക്ക് ആവശ്യമായുള്ള എംപ്ലോയി ഗ്രൂപ്പുകളും കാറ്റഗറീസും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ എംപ്ലോയീസിനും ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് ഇൻഡിവിജ്വൽ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസൻറ്റ് ഡേയ്സ് ആണോ, ആബ്സെൻറ്റ് ഡേയ്സ് ആണോ, പ്രൊഡക്ഷൻ ആണോ, ഓവർ ടൈം ആണോ, അതിൻ്റെ ബേസിസിൽ അത് ക്രിയേറ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ നെസസറി ആയിട്ടുള്ള അറ്റൻഡൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് പേ ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പേ ഹെഡ് എന്ന് പറയുമ്പോൾ ഏർണിംഗ് പേ ഹെഡുകളും ഉണ്ട്, ഡിഡക്ഷൻ പേ ഹെഡുകളും ഉണ്ട്. അപ്പോൾ പേ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ അത്ര എണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സെവൻത്ത് വൺ ഈ പറഞ്ഞ പേ ഹെഡുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പേറോൾ വൗച്ചേഴ്സാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് അറ്റൻഡൻസ് വൗച്ചർ എടുത്തിട്ട് അത് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. എട്ടാമത്തെ എന്ന് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതൊന്നുകിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോ എടുത്തിട്ട് സാലറി ഡീറ്റെയിൽസ്, സെറ്റപ്പ് സാലറി ഡീറ്റെയിൽസ് എടുക്കണം. അടുത്ത നയൻത്ത് വൺ സാലറി പേ ചെയ്യുന്നതാണ്. നമുക്ക് 2 തരത്തിൽ പേ ചെയ്യാനായിട്ട് പറ്റും. ഒന്നുകിൽ ക്യാഷോ ചെക്കോ ആയിട്ട് നേരിട്ട് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളത് ഡയറക്റ്റായിട്ട് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പേറോൾ വൗച്ചർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വലായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ ഫില്ലോ ചെയ്ത് ഡേറ്റ എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ചെന്ന് പേറോൾ വൗച്ചേഴ്സ് എടുക്കണം. പിന്നെ പേറോൾ ബട്ടൺ ബാറിൽ നിന്ന് പേറോൾ എന്നുള്ള ബട്ടൺ എടുക്കണം. ദെൻ 10th സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സാലറി പേയബിൾ എന്നും പറഞ്ഞിട്ട് അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് വൗച്ചർ എടുക്കണം. ബട്ടൺ ബാറിൽ നിന്ന് പേയ്മെൻറ്റ് വൗച്ചർ എടുക്കണം. അതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുകിൽ ഇൻഡിവിജ്വലായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ ഫില്ലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. 11th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതാണ്, പേ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോയിട്ട് ഡിസ്പ്ലേ എടുക്കണം. അതിനകത്തുനിന്ന് പേറോൾ റിപ്പോർട്ട്, അതിൽ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ പേ സ്ലിപ്പ് എടുക്കുക, പ്രിൻ്റ് എടുക്കുക. F12 കോൺഫിഗറേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേറോളിൻ്റെ പ്രിൻ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കതിനെ കോൺഫിഗർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹെഡിങ് എംപ്ലോയി ലോൺ ആൻഡ് സാലറി അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ എംപ്ലോയീസിന് നമ്മൾ സാലറി അഡ്വാൻസ് കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന സമയത്തൊക്കെ അതിനെ ട്രാക്ക് ചെയ്യാനായുള്ള ഫെസിലിറ്റീസ് നമുക്ക് ടാലിയിൽ അവൈലബിൾ ആണ്. സിമ്പിൾ മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രൈറ്റീരിയ വരെ ഈ ഒരു സാലറി റിക്കവറിക്കകത്ത് വരുന്നുണ്ട്. ഒന്നുകിൽ അത് ഫ്ലാറ്റായിട്ട് നമുക്ക് മേടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ ഡിഡക്ഷനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ലംസം ഒറ്റ എമൗണ്ടായിട്ട് നമുക്കത് റിക്കവർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മന്ത് വൈസ്, ബ്രേക്ക് വൈസ് ബ്രേക്കപ്പ് റിപ്പോർട്ടൊക്കെ എടുക്കാനായുള്ള ഓപ്ഷൻ നമുക്ക് ടാലിയിൽ അവൈലബിൾ ആണ്. ഈ എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയും ബാലൻസ് എമൗണ്ട്, ലോണിൻ്റെയും സാലറി അഡ്വാൻസിൻ്റെയൊക്കെ ബാലൻസ് എമൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് ടാലിയിലുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ട ഫീച്ചേഴ്സ് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസാണ് താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാലറി ഡീറ്റെയിൽസിനെ മോഡിഫൈ ചെയ്യുകയോ ഓൾട്ടർ ചെയ്യുകയോ ചെയ്യുക. തേർഡ് വൺ സാലറി അഡ്വാൻസ് പേയ്മെൻറ്റ്. ഫോർത്ത് വൺ ആണ് അതിൻ്റെ റിക്കവറി വരുന്നത്. അല്ല, ഫസ്റ്റ് സ്റ്റേജ് നോക്കുക, ക്രിയേഷൻ ഓഫ് മാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ സാലറി അഡ്വാൻസ് ആണെന്നുണ്ടെങ്കിലും ലോൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം പേ ഹെഡ് ടൈപ്പിലാണ്. ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെ കീഴിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സാലറി അഡ്വാൻസിന് വേണം, ലോണിന് വേറെ വേണം എന്നുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് ചെയ്യേണ്ട ഗ്രൂപ്പും ലോൺസ് ആൻഡ് അഡ്വാൻസസ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ചെന്ന് പേറോൾ ഇൻഫോ എടുക്കുക. പേ ഹെഡിൻ്റെ അകത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളവിടെ പേജിൻ്റെ അവിടെ സ്റ്റാഫ് സാലറി അഡ്വാൻസ് എന്നോ അല്ലെങ്കിൽ സ്റ്റാഫ് ലോണെന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേ ഹെഡ് ടൈപ്പ് എന്നുള്ളിടത്ത് ലോൺസ് ആൻഡ് അഡ്വാൻസ് വേണം കൊടുക്കാനായിട്ട്. അണ്ടർ എന്നുള്ളിടത്ത് ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അഫക്റ്റ് നെറ്റ് സാലറി എന്നുള്ളിടത്ത് യെസ് വേണം കൊടുക്കാനായിട്ട്. നെയിം ടു അപ്പിയർ ഇൻ സാലറി സ്ലിപ്പ് എന്നുള്ളിടത്ത് സ്റ്റാഫ് സാലറി അഡ്വാൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളിടത്ത് യൂസർ ഡിഫൈൻഡ് വാല്യൂ ഇത്രയും കൊടുത്ത് എൻ്റർ അടിച്ച് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്ത് പോകുക. അതിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളത് നമുക്ക് ഫ്ലാറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺ എമൗണ്ട് നമ്മൾ EMI ആയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്യുന്ന EMI ആയിട്ട് ഫ്ലാറ്റ് റേറ്റ് ഓരോ മന്തും കറക്റ്റ് ഇത്ര എമൗണ്ട് ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് EMI എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റേറ്റ് എന്നുള്ളത് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോൺ ഫുള്ളായിട്ട് റിക്കവർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവരുടെ പേ സ്ട്രക്ചറിൻ്റെ അകത്തുനിന്ന് ഈ ഒരു പേ ഹെഡ് പിന്നീട് റിമൂവ് ചെയ്യും. അതായത് റിക്കവറി ഫുള്ള് കഴിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഓൾട്ടർ സാലറി ഡീറ്റെയിൽസ്. അപ്പം നമുക്ക് ഈ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ലോൺ നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് അത് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ലംസമായിട്ട് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അവരുടെ സാലറി ഡീറ്റെയിൽസിൻ്റെ അത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പേറോൾ ഇൻഫോ എടുക്കുക. സാലറി ഡീറ്റെയിൽസ് എടുത്തിട്ട് ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിനകത്ത് എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് എംപ്ലോയിനെ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ സാലറി ഡീറ്റെയിൽസിൻ്റെ ഓൾട്ടറേഷൻ സ്ക്രീൻ അവിടെ വരും. എന്നിട്ട് ആ ഒരു സ്ക്രീനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേ ഹെഡ് ഫീൽഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലൈനിൽ വന്നിട്ട് സ്റ്റാഫ് സാലറി അഡ്വാൻസ് എന്നുള്ള അതും കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്ത് എൻ്റർ അടിക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് സാലറി അഡ്വാൻസ് ആണ്. എംപ്ലോയീസിന് ആ ഒരു എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് F12 കോൺഫിഗറേഷൻ എടുത്തിട്ട് യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് ഓർ റിസിപ്റ്റ് ഓർ കോൺട്രാ എന്നുള്ളത് നോ കൊടുക്കണം. എന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെന്ന് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എടുക്കുക. അതിൽ പേയ്മെൻറ്റ് വൗച്ചർ F5 എടുക്കണം. F2 പ്രസ് ചെയ്ത് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഡെബിറ്റ് ഫീൽഡിൽ സാലറി അഡ്വാൻസ് എന്നുള്ളത് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് വരും. അതിൻ്റെ അകത്തു നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ കോസ്റ്റ് അലോക്കേഷന് വേണ്ട സബ് സ്ക്രീൻ വരും. ഇൻ കോസ്റ്റ് അലോക്കേഷൻ സബ് സ്ക്രീനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി കാറ്റഗറി എന്നുള്ളിടത്ത് പ്രൈമറി കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ അവിടെ എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എമൗണ്ട് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പേയ്മെൻറ്റ് വൗച്ചറിലേക്ക് പോകാനായിട്ട് പറ്റും. എന്നിട്ട് അവിടെ ക്രെഡിറ്റ് ഫീൽഡിൽ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കണം. ദെൻ എൻ്റർ അടിച്ച് എമൗണ്ട് അക്സെപ്റ്റ് ചെയ്യാം. നരേഷൻ ഫീൽഡിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നരേഷൻസ് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിച്ച് സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഫിഗർ അവിടെ ഫിഗർ 5.38 അതിൻ്റെ സബ്സ്ക്രീൻ ഫിഗർ 5.39 കാണിച്ചിട്ടുണ്ട്. അടുത്തത് റിക്കവറി ഓഫ് സാലറി അഡ്വാൻസ് ഓർ ലോണാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്വാൻസും ലോണും നമ്മൾ റിക്കവർ ചെയ്യുന്നത് തിരിച്ചു പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ പറഞ്ഞാൽ ഒന്നുകിൽ ഫ്ലാറ്റ് റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാനുവൽ ഡിഡക്ഷനായിട്ടോ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മന്ത്ലി റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മാനറാണ് കൊടുത്തിരിക്കുന്നത്. പേറോൾ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി പേറോൾ വൗച്ചർ എടുക്കുക. എന്നിട്ട് അതിൽ Ctrl+F4 അടിച്ചിട്ട് പേറോൾ വൗച്ചർ എടുക്കണം. F2 പ്രസ് ചെയ്ത് അവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. Alt+A കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഫിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രീ ഫില്ലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എംപ്ലോയി ഫിൽട്ടർ സ്ക്രീനിൽ ഫില്ലപ്പ് ചെയ്യാം. അവിടെ നമ്മൾ എൻ്റർ അടിച്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ പേറോൾ വൗച്ചർ സ്ക്രീനിലേക്ക് പോകും. അവിടെ സ്റ്റാഫ് സാലറി അഡ്വാൻസ് ലെഡ്ജർ ഫീൽഡുണ്ട്. അവിടെ നമ്മൾ അഡ്വാൻസ് കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കാണിക്കണം. അവിടെ ഫിഗർ 5.40 കാണിച്ചിട്ടുണ്ട്. പേറോൾ വൗച്ചറിൻ്റെ കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു കട്ടിങ് സാലറി അഡ്വാൻസിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എംപ്ലോയിക്ക് തന്നെ ഒന്നിലധികം ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ആ ഒരു ലോണിൻ്റെ റിക്കവറിയും ലോണും തമ്മിൽ ട്രാക്ക് ചെയ്ത് പോകാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പേറോൾ വൗച്ചർ വൗച്ചർ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ബിൽ വൈസ് ഡീറ്റെയിൽസിൻ്റെ കാര്യം പഠിച്ച സമയത്ത് അവിടെ പേ സ്ലിപ്പ് എന്നുള്ളൊരു ഫോർമാറ്റ് പഠിച്ചായിരുന്നു. സെയിം രീതിയിൽ തന്നെ ഇവിടെ വൗച്ചർ ഫോർമാറ്റിൽ നമുക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയീസിൻ്റെയും മൾട്ടിപ്പിൾ ലോൺസും അതിൻ്റെ റിക്കവറിയുടെയും ഡീറ്റെയിൽസ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.